ആലപ്പുഴയിൽ യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. എംഎൽഎയുടെ പരാതിയിൽ എക്സൈസ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് ദക്ഷിണ മേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. മകനെതിരായ കേസിന്റെ വിവരങ്ങൾ എംഎൽഎയെ അറിയിച്ചതിലും വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കേസ് അന്വേഷിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്ത ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മൊഴിയെടുപ്പിനായി വിളിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. മകനെതിരെ കേസില്ല എന്ന് ആദ്യം എംഎൽഎയോട് പറഞ്ഞ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം വിട്ടയക്കുമെന്നും പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എംഎൽഎ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരണം നടത്തിയത്. ഫേസ്ബുക്ക് ലൈവിൽ വന്ന് കേസില്ല എന്നും തെറ്റായ വാർത്തയാണ് പ്രചരിക്കുന്നതെന്നുമായിരുന്നു എംഎൽഎയുടെ പരാമർശം. പിന്നീടാണ് മകൻ അടക്കമുള്ളവർക്കെതിരായ എഫ്ഐആർ പുറത്തുവരുന്നത്. എന്നാൽ പിടികൂടിയ 9 പേരിൽ എംഎൽഎയുടെ മകനടക്കം 7 പേരെ വൈദ്യപരിശോധനയ്ക്കും കൊണ്ടുപോയിരുന്നില്ല. അവർ കഞ്ചാവോ ലഹരിയോ ഉപയോഗിച്ചതായി ഇക്കാരണത്താൽ കണ്ടെത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. കഞ്ചാവ് വലിച്ചെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മാത്രമായിരുന്നു കേസിന് ആധാരം. ഇവർ കഞ്ചാവ് വലിക്കുന്നതായി കണ്ടെന്ന ദൃക്സാക്ഷി മൊഴിയും രേഖപ്പെടുത്തിയിരുന്നില്ല. ഈ വസ്തുതകളെല്ലാം കണക്കിലെടുത്ത് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഇനിയുള്ള തുടർ നടപടികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.